ഒരു കാര്യം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ റുപ്പിയിലൂടെ എങ്ങനെ മടങ്ങി വരാനായി തിലകൻ എന്നുള്ള കാര്യം പറഞ്ഞത് അത് പ്രസക്തമാണെന്ന് മനസ്സിലാക്കുന്നു. പൃഥ്വിരാജും റിമ കല്ലെങ്കിലുമായിരുന്നു അതിൽ അഭിനേതാക്കൾ. അവർ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് ആ സമയത്ത് നമുക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് അത്ര എളുപ്പമായതെന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇപ്പം താങ്കൾ പറഞ്ഞു ഒക്കെ സത്യമാണെന്ന് പറയുന്നു. അതിനുള്ള മറുപടി ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് നേരത്തെ വിനു കിരിയത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള ആരോപണങ്ങൾക്കും താങ്കൾക്ക് മറുപടി പറയാനുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പറയൂ. എനിക്ക് പുള്ളി എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമായില്ലായിരുന്നു. അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമെങ്കിൽ. അതായത് നായർ ലോബി പ്രവർത്തിക്കുന്നു മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു സോണിയെ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു നായരാണ്, അദ്ദേഹം അല്ലാതെ എടുത്തിട്ടുള്ള നായന്മാരെടുത്തിട്ടുള്ള മറ്റ് ചില സിനിമകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ജാതീയത ഇല്ല എന്ന് തീർത്തും പറയാൻ ഒരിക്കലും സാധിക്കില്ല. പിന്നെ ഈ പറഞ്ഞ 15 അംഗ പവർ കമ്മിറ്റിയിൽ അതും ഇൻക്ലൂഡഡ് ആണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്താ വളരെ ഇതായിട്ടല്ലല്ലോ, ഓപ്പണായിട്ടല്ലല്ലോ, ഈ അജണ്ടകളെല്ലാം ഹിഡൻ ആണ്. ഒരാളുടെ തൊഴിൽ നിഷേധിക്കുന്നത് പോലെ ഹിഡൻ അജണ്ടയാണ്. അത് ഡയറക്റ്റ് നമുക്ക് ഇന്നയാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ഇന്നയാളാണ് ചെയ്യിച്ചത് എന്ന്. കാരണം ഇത് പല പല വ്യക്തികളിലൂടെ അണ്ടർഗ്രൗണ്ട് കളികൾ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെയാണ് ജാതീയതയും. പലരും അത് ഓപ്പണായിട്ട് ഒരു നടൻ്റെ കൂടെ അഭിനയിക്കില്ലെന്ന് പറഞ്ഞല്ലോ. പുള്ളിയുടെ നിറം കറുപ്പായതുകൊണ്ടും ജാതിയിൽ താഴ്ന്നതായതുകൊണ്ടും ഇതൊക്കെ ഇതിന് മുൻപേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ജാതിയെ വേർതിരിവുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ അച്ഛൻ അന്ന് പറഞ്ഞതും അച്ഛൻ മാത്രമല്ല മറ്റു പല നടന്മാരും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അന്നത്തെ പത്രമാധ്യമങ്ങളെല്ലാം വെളിപ്പെടുത്തിയതുമാണ്, മീൻസ് അച്ചടിച്ച് വന്നതുമാണ്. അപ്പോൾ അദ്ദേഹം ജാതി ഇല്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇല്ലായിരിക്കാം. അദ്ദേഹം അങ്ങനെ ജാതീയ വേർതിരിവില്ലാത്ത വ്യക്തികളും ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. ഈ 15 അംഗ പവർ കമ്മിറ്റിയിലും അതുണ്ടെന്ന് പറയുമ്പോൾ ഈ 15 അംഗ പവർ കമ്മിറ്റിയിലും ഈ നായർ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നാണോ? അതെ. അച്ഛൻ വളരെ അഭിനയിച്ച് ഹിറ്റായ 2-3 സിനിമകളിൽ നിന്ന് അച്ഛനെ മാറ്റാൻ ഈ 15 അംഗ കമ്മിറ്റിയിലുള്ള ഒരു നടൻ പലപ്പോഴും അതിൻ്റെ ഡയറക്ടർമാരോട് റിക്വസ്റ്റ് ചെയ്തതായിട്ട് എനിക്കറിയാം. അതിൻ്റെ കാരണം ജാതി തന്നെയാണ്. അതും അച്ഛൻ പറഞ്ഞതാണ്. എൻ്റെ വേർഡ്സ് അല്ല, അച്ഛൻ പറഞ്ഞ അറിവുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ സംഭവം ഒന്നുകൂടി വിശദീകരിക്കാമോ? എന്താണെന്നൊന്നും, അതായത് ആരെ എന്തൊന്നും പറയണ്ട, അല്ലാതെ ഒന്ന് വിശദീകരിക്കാം എന്താണ് നടന്നതെന്ന്. അതായത് ഇപ്പോൾ ഒരു സിനിമ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്ഫടികത്തിൽ അച്ഛൻ ചെയ്ത റോളില്ലേ, ചാക്കോ മാഷ്, ആ റോള് വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് ആ സിനിമയിൽ തന്നെയുള്ളൊരു വ്യക്തി റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ ഹിസൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞ സിനിമയിൽ അച്ഛന് 20,000 രൂപ അഡ്വാൻസ് കൊടുത്തതാണ് അഭിനയിക്കാനായിട്ട്. അച്ഛൻ പെട്ടി സാധനങ്ങളായിട്ട് പുറപ്പെട്ട ശേഷമാണ് അച്ഛനെ അവിടുന്ന് അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വിളിച്ചില്ല. വീണ്ടും അച്ഛനെ ഏകദേശം കുറച്ച് കിലോമീറ്റർ പിന്നിട്ട ശേഷം വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ചേട്ടാ എഴുതി വന്നപ്പോൾ റോളില്ല എന്ന്. അങ്ങനെയാണ് കിട്ടിയ മറുപടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ജാതീയത അല്ല എന്ന് സ്ഥിരീകരിക്കാൻ പറ്റുമോ? അത് ഒരു കാരണമാണ്, വൺ ഓഫ് ദ റീസൺ. രണ്ടാമത്തെ റീസൺ ആണ് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കായ്മ. എങ്ങനെയാണ് ഈ ചാക്കോ മാഷിന്റെ റോള് തിലകൻ സാറിലേക്ക് തന്നെ എത്തുന്നത്? സാറിന് റോള് കിട്ടുന്നത് എങ്ങനെയാണ്? ശ്രീ ഭദ്രൻ സാറിന്റെ ഇന്റർവ്യൂകൾ നോക്കിയാലും മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ റോള് അച്ഛൻ്റെ ഡേറ്റ് കിട്ടാതെ ഞാൻ ആ സിനിമ ചെയ്യാൻ എനിക്ക് പറ്റില്ല, ആ റോള് ചേട്ടനല്ലാന്നുണ്ടെങ്കിൽ ഈ സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ വന്ന അച്ഛൻ്റെ അടുത്ത് അതിന് ഡേറ്റ് ചോദിക്കുമ്പോൾ ഇവർ തമ്മിൽ എന്തോ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തുടക്കം ഒരു ബുദ്ധിമുട്ടായിരുന്നു ഡേറ്റ് അച്ഛനോട് ചോദിക്കുക. അച്ഛൻ ആ ഡേറ്റ് പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്, ചേട്ടൻ ഇല്ലെങ്കിൽ എനിക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ചേട്ടൻ നോ പറയരുത് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ ഡേറ്റ് വാങ്ങിയ ശേഷമാണ് അദ്ദേഹം ആ സിനിമ തുടങ്ങിയതെന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹത്തിന് ഇടപെടലിലൂടെ മാത്രമല്ല, ജാതി പറഞ്ഞുകൊണ്ട് സ്ഫടികം എന്ന സിനിമയിൽ നിന്ന് അദ്ദേഹത്തെ ജാതി പറഞ്ഞുകൊണ്ടെന്നല്ല, ഈ 2 കാരണങ്ങൾ തന്നെയാണ് അതിൽ നിന്ന് മാറ്റാനുള്ള ഒരു വൺ ഓഫ് ദ റീസൺ ആണ് ജാതി. തീർച്ചയായും ആ സിനിമയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഒരുപാട് സിനിമകളിൽ നിന്ന് അത് ആ റോള് മറ്റേ പുള്ളിക്ക് കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം വളരെ സ്നേഹത്തോടെ ചോദിക്കും, അല്ല ആ റോള് മറ്റേ പുള്ളിക്ക് കൊടുക്കുമോ, ഇല്ല അത് തിലകൻ ചേട്ടൻ ചെയ്താലേ നിൽക്കുകയുള്ളൂ എന്ന് ഡയറക്ടർ പറയുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം മീൻസ് അത് സമ്മതിച്ചത്. ഈ ചോദിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആൾ ആരാണ്? ഈ സിനിമയും അയാൾക്ക് ഉണ്ടാകുന്ന ബന്ധം എന്താണ്? ഈ പവർ ഗ്രൂപ്പിലുള്ള ആൾ മാത്രം എന്നുള്ളതാണോ, അതോ അതിനപ്പുറത്തേക്ക് ആ സിനിമ പ്രസ്തുത സിനിമയായിട്ട് ബന്ധമുള്ള ആളാണോ? പവർ ഗ്രൂപ്പിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. അല്ലാത്തവർക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ ഡയറക്ടറോട്? അയാളെ മാറ്റാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഡയറക്ടർമാരെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണത്.
എന്നുവെച്ചാൽ ഒരാൾ തീരുമാനിക്കുക എൻ്റെ സിനിമയിൽ ആരൊക്കെ വേണം, അത് തീരുമാനിക്കേണ്ട വ്യക്തിയല്ല തീരുമാനിക്കുന്നത്, അല്ലാത്തവരെല്ലാം മാറ്റുക. ആ മാറ്റുന്ന കുറേ ഏറെ കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ജാതി. അത് ചില പ്രത്യേക റോളുകൾ ചെയ്യുമ്പോഴാണ്, ഒരു അപ്പർ കാസ്റ്റ് റോള് ചെയ്യാനുള്ള അവസരം വന്നാൽ, അതായത് ഒരു തിരുമേനിയായിട്ട് അങ്ങനെ അതുപോലുള്ള ചില റോളുകളിലാണ് ആ ഒരു പിടുത്തം വരുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ മലയാള സിനിമയെ പറ്റി നമ്മൾ സിനിമാ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ നായന്മാർ മാത്രം കഥാപാത്രങ്ങളാവുകയും ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടന്മാരും കുറച്ച് നടന്മാരായിരിക്കും, ആ പേരുകൾ ഞാൻ തുറന്നു പറയുന്നില്ല, ചില ആളുകൾ മാത്രം ആ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും അങ്ങനെ ഒരു നീ പറഞ്ഞ പോലെ തന്നെ ചില കഥാപാത്രങ്ങൾ മറ്റ് ജാതിയിൽപ്പെട്ട ആളുകളെ പറ്റിയുള്ള കഥകൾ കുറേയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടവും അത് വളരെ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ. നായകനായിട്ട് അഭിനയിക്കുന്ന ആരാന്നൊരു പക്ഷേ സോണിക്ക് മനസ്സിലാവുണ്ടാവും ചോദ്യത്തിൽ തന്നെ. അവിടെയും ഈ നിലനിന്നിരുന്നത് ഈ കൃത്യമായിട്ടുള്ള ഈ ജാതിയെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത്, നായർ ലോബി തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടി വരും അല്ലേ? ഇത് എൻ്റെ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ വാക്കുകളിലൂടെയാണ് കേട്ടോ. അതാ ഞാൻ പറയട്ടെ, അച്ഛൻ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ, അച്ഛൻ വീട്ടിലിരുന്ന് എന്നോട് ഡിസ്കസ് ചെയ്യില്ല, എന്നോടായിരുന്നു അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹം. അതായത് പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം, ആദ്യത്തെ പെൺകുട്ടി ആയതുകൊണ്ടായിരുന്നിരിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് അച്ഛൻ പറയുന്നത് എൻ്റെ അടുത്തായിരുന്നു. ബാക്കിയുള്ളവരോട് അച്ഛൻ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് പോലെയാണ്. അപ്പോൾ ഇത് ഇത്രയും പേഴ്സണൽ ആയിട്ടുള്ള അച്ഛൻ്റെ മനസ്സിലെ വിഷമങ്ങൾ അച്ഛൻ എന്നോടാണ് പറയാറ്. കാരണം അച്ഛൻ അങ്ങനെ വിഷമം പുറത്ത് കാണിക്കുന്ന ഒരു വ്യക്തിയല്ലല്ലോ, എല്ലാവരും ഒരു പരിക്കൻ എന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ എന്നോട് വളരെ പേഴ്സണലായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായമല്ല, ഇത് അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ്. അച്ഛനെ ഇന്ന സിനിമകളിൽ നിന്ന് ഒരു സിനിമയുടെ കഥ പോലും മാറ്റി എഴുതേണ്ടി വന്നു അതിൻ്റെ റൈറ്റർക്ക്, വളരെ പ്രശസ്തനായൊരു റൈറ്റർക്ക് ഒരു റോള് അച്ഛന് കൊടുത്തിട്ട് ആ റോള് മാറ്റി വളരെ കുറച്ച് മാത്രം ഉണ്ടായിരുന്ന ഒരു റോള് പോലും വിപുലീകരിക്കേണ്ടി വന്നു, ഒരു തമ്പുരാൻ്റെ റോള്. അപ്പം അങ്ങനെ അത്രയും കൈകടത്തലുകളാണ് ഈ ജാതിയുടെ പേരിലും ഈ പറഞ്ഞ പവർ കമ്മിറ്റി എല്ലാവരെയും അടിച്ചമർത്തി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്നതാണ് ഈ വിവരങ്ങളൊക്കെ. മറ്റൊന്നുകൂടെ, എല്ലാവരും വളരെയധികം ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയുണ്ട്, അതിൻ്റെ കഥ. പക്ഷെ അതിൻ്റെ കഥ നല്ലതൊക്കെ തന്നെയാണ്, അതല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അത് വളരെയധികം വിജയം കൊണ്ട ഒരു സിനിമയുമാണ്. പക്ഷെ അതിൻ്റെ ക്ലൈമാക്സ് പോലും മാറ്റി എഴുതി ഒരു നടന് വേണ്ടി. അപ്പം ആലോചിക്കണം പവർ കമ്മിറ്റിയുടെ പവർ എന്താണെന്നുള്ളത്. അവിടെയും ഈ പ്രവർത്തിച്ചതൊക്കെയും ഈ ജാതീയത തന്നെയാണല്ലേ? അവിടെ ജാതിയല്ല, അവിടെ പവറാണ്, പവർ. ഈ രണ്ട് കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ത്രാസിലിട്ട് ഇവർ ചെയ്യുന്നത്.